ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഷ്രോഡിഞ്ചറിൻ്റെ വേവ് ഇക്വേഷനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിച്ചപ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഓർബിറ്റൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്താണ്, സൈഡ് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ഓർബിറ്റലൊക്കെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് മെയിൻലി 3 ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ്, അല്ലേ? എൻ, എൽ, എം എന്നുള്ള 3 ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ക്വാണ്ടം നമ്പേഴ്സ് മാത്രമല്ല, ഒരു 4th ക്വാണ്ടം നമ്പർ ഉണ്ട്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എസ് എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എപ്പോൾ നമ്മൾ ഇലക്ട്രോൺ സ്പിൻ ആ പ്രോപ്പർട്ടീനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്വാണ്ടം നമ്പേഴ്സ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ പല പല ഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ആ ക്വാണ്ടം നമ്പേഴ്സ് ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തമായ ഐഡിയ എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സാണ്. അത് മെയിനായിട്ട് സ്പെസിഫൈ ചെയ്യുന്നത് ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണിൻ്റെ ലൊക്കേഷനെയും എനർജിനെയുമാണ്. ഓക്കെ, അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് ആർ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് സ്പെസിഫൈ ദ ലൊക്കേഷൻ ആൻഡ് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണിൻ്റെ ലൊക്കേഷനും എനർജീനും ഒക്കെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആറ്റത്തിലുള്ള ഓരോ ഇലക്ട്രോണും അത് ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഇലക്ട്രോണിൻ്റെ സ്റ്റേറ്റിനെ, ആ ആറ്റത്തിലുള്ള ഇലക്ട്രോണിൻ്റെ സ്റ്റേറ്റിനെയൊക്കെ നമുക്ക് ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. Okay, so quantum numbers are a set of numbers which specify the location and energy of an electron in an atom. Each electron in an atom is characterized by a set of 4 quantum numbers, and each set acts as a label to describe the state of the electron in an atom. ഇതാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു. അതുപോലെ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ഉപകാരം എന്താണ്? ഒരു ആറ്റത്തിലുള്ള ഓരോ ഇലക്ട്രോണിൻ്റെയും അതിൻ്റെ സ്റ്റേറ്റിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട്. പിന്നെ നമുക്ക് ഓരോ ക്വാണ്ടം നമ്പേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഫസ്റ്റ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് നമ്മൾ എങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്? നൊട്ടേഷൻ എങ്ങനെയാണ്? എൻ, സ്മോൾ ലെറ്റർ എൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ശരിക്കും പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്യുന്നത് ഇലക്ട്രോണിനെ ആ ന്യൂക്ലിയസിൽ നിന്നുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ്. ഓക്കെ, സോ ഇറ്റ് സ്പെസിഫൈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോണിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കാണിച്ചു തരുന്നത്. മാത്രമല്ല, ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഇലക്ട്രോണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജി, ഓക്കെ, ദാറ്റ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് എനർജി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്, ആ ഒരു സെറ്റപ്പിലെ ആ ഇലക്ട്രോണിനൊക്കെ ഉള്ള എനർജി, അതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജി, അതിനെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവ് കിട്ടാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സാധാരണ പോസിറ്റീവ് ഇൻറ്റഗ്രൽ വാല്യൂസ് ആണ് എന്നിന് കിട്ടുക. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 2 3 4 5 അങ്ങനെയാണ് വാരി ചെയ്യുന്നത്. ഓക്കെ, അതായത് ഏത് മെയിൻ എനർജി ലെവലിലാണ് ഇലക്ട്രോൺ പ്രസൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള കൃത്യമായിട്ടുള്ള അറിവാണ് നമുക്ക് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് കിട്ടുന്നത്. സോ ഇറ്റ് ഡിനോട്ട്സ് ദ മെയിൻ എനർജി ലെവൽ ഇൻ വിച്ച് ദ ഇലക്ട്രോൺ ഈസ് പ്രസൻറ്റ്. ഓക്കെ, ഇനി ജനറലായിട്ട് പറയുകയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ആവുന്നതനുസരിച്ചിട്ട് ഇലക്ട്രോണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജി എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ചിട്ട് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ വിൽ ബി ഹയർ. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ഉപകാരങ്ങൾ നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന്. പിന്നെ അത് ഇലക്ട്രോൺ പ്രസൻ്റ് ആയിട്ടുള്ള മെയിൻ എനർജി ലെവലിനെ കുറിച്ചിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മാത്രമല്ല, ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് എൻ ദ ഹയർ ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഇത്ര പോയിൻറ്റ്സ് ആണ്, 4-5 പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത്
അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ തന്നെ നമ്മളൊരു വേറൊരു പേരും കൂടി നമ്മൾ വിളിക്കുന്നുണ്ട്. എന്താണ് നമ്മൾ പറയുന്നത്? ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എന്നും കൂടി നമ്മൾ പറയുന്നു. അപ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. അപ്പോൾ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്? സ്മോൾ ലെറ്റർ എൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്യുന്നത് ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിനെയാണ്. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രോണിലെ ഉള്ള ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിനെയാണ് ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പർ സ്പെസിഫൈ ചെയ്യുന്നത്. സോ ഇറ്റ് സിഗ്നിഫൈസ് ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ ഇലക്ട്രോൺ. ഇനി അതിനെ നമ്മൾ എന്നിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂസ് ആണ് നമ്മൾ പറഞ്ഞു. അതുപോലെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ കേസിൽ ഇൻ്റഗ്രൽ വാല്യൂസ് തന്നെയായിരിക്കും ഉണ്ടാവുക. അത് 0 to n-1 വാല്യൂസ് ആയിരിക്കും. അതായത് 0 തൊട്ടിട്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ -1 അത്ര വാല്യൂ ആയിരിക്കും നമുക്ക് ഇതിനെ കിട്ടുക. ഓക്കെ, ഇപ്പോൾ 0 to n-1 വാല്യൂസ് ആയിരിക്കും നമുക്ക് അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് കിട്ടുക. ഓക്കെ, ഇനി നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ അതിൽ പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രോകൈനറ്റിക് എനർജി ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോ മെയിൻ എനർജി ലെവൽസും നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് അതിനെ സബ് ലെവൽസ് എന്ന് പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എൽ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഏത് സബ് ലെവലിലാണ് ഇലക്ട്രോൺ പ്രസൻ്റ് ആയിട്ടുള്ളത് എന്നാണ് ഇത് നമുക്ക് ഈ ക്വാണ്ടം നമ്പർ നമുക്ക് കാണിച്ചു തരുന്നത്. സോ ദിസ് എൽ ഡിനോട്ട്സ് ദ സബ് ലെവൽ ഇൻ വിച്ച് ദ ഇലക്ട്രോൺ ഈസ് പ്രസൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും, അതായത് ഒരു ഇലക്ട്രോൺ കാണാനുള്ള ഒരു സ്പേഷ്യൽ റീജിയനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ന്യൂക്ലിയസിൻ്റെ ചുറ്റുള്ള ഒരു സ്പേഷ്യൽ റീജിയൻ വേർ ദർ ഇസ് ദ മാക്സിമം പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ. അപ്പം അതിൻ്റെ ജോമെട്രിക്കൽ ഷേപ്പ്, ആ സ്പേഷ്യൽ റീജിയൻ്റെ ജോമെട്രിക്കൽ ഷേപ്പിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഈ ക്വാണ്ടം നമ്പറിൽ നിന്ന് കിട്ടും. Okay, so the geometrical shape of the spatial region in which it is most probably found. ഇലക്ട്രോൺ കാണാൻ സാധ്യതയുള്ള സ്പേഷ്യൽ റീജിയൻ്റെ ജോമെട്രിക്കൽ ഷേപ്പ് ഒക്കെ നമുക്ക് ഈ ആംഗുലാർ മൊമെൻറ്റത്തിൽ നിന്ന് നമുക്കതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. ദെൻ L values of 0, 1, 2 and 3 correspond respectively to S sublevel, P sublevel, D sublevel and F sublevel. അപ്പോൾ L value 0 എന്ന് പറഞ്ഞാൽ അത് S sublevel ആണ്. എൽ വാല്യൂ 1 ആണെന്ന് പറഞ്ഞാൽ പി സബ് ലെവലാണ്. എൽ വാല്യൂ 2 ആണെന്ന് പറഞ്ഞാൽ ഡി സബ് ലെവലാണ്. എൽ വാല്യൂ 3 എന്ന് പറഞ്ഞാൽ അത് എഫ് സബ് ലെവലാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ബോക്സിൽ ഇട്ടിട്ട് തന്നിരിക്കുന്നത് എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, എൽ എന്ന് പറയുമ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓർ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ, ദെൻ സബ് ലെവൽസ് പ്രസൻറ്റ്. അപ്പോൾ എൻ 1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എൽ വാല്യൂസ് എത്ര ഉണ്ടായിരിക്കും? 0 to n-1. അപ്പോൾ 0 ഉണ്ടായിരിക്കും. അതുപോലെ n-1 എന്ന് പറഞ്ഞാൽ 1-1 അതും 0 തന്നെയാണ് അല്ലേ. അപ്പോൾ 0 ആണെങ്കിൽ സബ് ലെവലിൻ്റെ പേരെന്താണ്? എസ് ആണ്, എസ്സിലാണ് ഉണ്ടാവുക. ഇനി n2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എൽ വാല്യൂസ് 0 to n-1, അതായത് 0യും ദെൻ 2 - 1 1 അല്ലേ. അപ്പോൾ ഈ 0 എന്ന് പറയുന്ന സബ് ലെവൽ ഏതാണ്? എസ് ആണ്. 1 എന്ന് പറയുന്നത് പി ആണ്. ഇനി n3 ആവുമ്പോൾ എൽ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? 0 to n-1 ആണ്. അപ്പോൾ 0 ഉണ്ടാവാം, 1 ഉണ്ടാവാം, 2 ഉണ്ടാവാം അല്ലേ. അപ്പോൾ 0യും n-1 എന്ന് പറയുമ്പോൾ 3 - 1 അതായത് 2 ആണ് വരുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിലുള്ളതും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതായത് 0, 1, 2. അപ്പോൾ 0 എന്ന് പറയുന്നത് എസ്, 1 എന്ന് പറയുന്നത് പി, 2 എന്ന് പറയുന്നത് ഡി സബ് ലെവൽ. ദെൻ 4 ആണെങ്കിലോ n = 4 ആണെങ്കിൽ 0 to n-1 അത് വരെയുള്ളത് ഉണ്ടാവുന്നു. അപ്പോൾ 0 ഉണ്ടാവും, n-1 വരെയുള്ളതും ഉണ്ടാവും. അപ്പോൾ n-1 എന്ന് പറഞ്ഞാൽ 4 - 1 അതായത് 3. അപ്പോൾ അത് ഈ 0 തൊട്ടിട്ട് 3 വരെയുള്ളത് ഉണ്ടാവും. അതായത് 0, 1, 2, 3 അത്ര എണ്ണം ഉണ്ടാവും. 0 എന്ന് പറഞ്ഞാൽ എസ്, 1 എന്ന് പറയുമ്പോൾ പി സബ് ലെവൽ, 2 എന്ന് പറയുമ്പോൾ ഡി സബ് ലെവൽ ആൻഡ് 3 എന്ന് പറയുമ്പോൾ എഫ് സബ് ലെവൽ. 0 എസ് സബ് ലെവൽ, 1 പി സബ് ലെവൽ, 2 ഡി സബ് ലെവൽ, 3 എന്ന് പറയുന്നത് എഫ് സബ് ലെവലുമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നിനെ കുറിച്ചിട്ടും എല്ലിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ബാക്കി 2 ക്വാണ്ടം നമ്പേഴ്സും കൂടി ഡിസ്കസ് ചെയ്യാം. അതായത് ആദ്യം വരുന്നത് മൂന്നാമത്തതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ എം എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം അത് മെയിനായിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്
ഇലക്ട്രോൺ ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള അതിൻ്റെ പ്രിഫേർഡ് സ്പേഷ്യൽ ഓറിയൻറ്റേഷനെയാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കാണിച്ചു തരുന്നത്. അതായത് ഇറ്റ് സ്പെസിഫൈസ് ദ പ്രിഫേർഡ് സ്പെഷ്യൽ ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലുള്ള ഇലക്ട്രോണിൻ്റെ പ്രിഫേർഡ് ആയിട്ടുള്ള സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ ആണ് നമുക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രിഫേർഡ് ഓറിയൻറ്റേഷൻ എന്തുകൊണ്ടാണ് അറൈസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഇലക്ട്രോണിന് ആംഗുലാർ മൊമെൻ്റ് ഉണ്ട്. അത് അപ്പോൾ ഒരു ഇലക്ട്രിക് കറൻറ്റ് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. Because it is circulating in a loop and consequently it can generate its own magnetic field. അല്ലേ? അപ്പോൾ അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് സ്വയം അത് പ്രൊഡ്യൂസ് ചെയ്യാണ് ഇലക്ട്രോൺ. കാരണം എന്താ വെച്ചാൽ ഇലക്ട്രോണിന് ഒരു ആംഗുലാർ മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊരു ഇലക്ട്രിക് കറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ഒരു സർക്കുലേറ്റിംഗ് ലൂപ്പിൽ വെച്ചിട്ട് ലൂപ്പായിട്ട് സർക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ അത് അതിൻ്റേതായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഈ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതുമായിട്ട് അത് ഇൻ്ററാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി എമ്മിന് സാധാരണ പറയുന്ന എത്ര വാല്യൂസ് ഉണ്ടാവുമെന്ന്. ഇപ്പം നമ്മൾ എല്ലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു 0 to n-1 വാല്യൂസാണ് എല്ലിന് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതുപോലെ എമ്മിന് ഉണ്ടാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എനി വൺ ഓഫ് ദ 2l+1 ഇൻ്റഗ്രൽ വാല്യൂസ് ആണ് സാധാരണ ഉണ്ടാവുക. ആൻഡ് റേഞ്ചിങ് ഫ്രം -l through 0 to +l. -l തൊട്ടിട്ട് 0 കൂടെ പോയി +l വരെയുള്ള വാല്യൂസൊക്കെ അതിനെ ഉണ്ടായിരിക്കും. സോ it can have any one of the 2l+1 integral values ranging from -l to 0 through 0 to +l. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എമ്മിനുള്ള നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഓർബിറ്റൽസ് പ്രസൻറ്റ് ഇൻ ദ സബ് ലെവൽ. ഓക്കെ, സബ് ലെവലിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഓർബിറ്റൽസിനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു എൽ വാല്യൂ ആയിട്ട്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ L1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതേതാണ് എസ് 0 ആയിട്ട് വരുമ്പോഴാണ് എസ് സബ് ലെവല്. L=1 ആണെങ്കിൽ അത് പി സബ് ലെവലായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ പോസിബിൾ എം വാല്യൂസ് എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം -l through 0 to +l എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് L=1 ആവുമ്പോൾ -1 0 +1 അത്ര പോസിബിൾ എം വാല്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 3 ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും ഓരോ പി സബ് ലെവലിലും. ആ ഓർബിറ്റൽസിനെയാണ് നമ്മൾ PX, PY, PZ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എം വാല്യൂ ഫോർ എൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത് അത് സ്പെസിഫൈ ചെയ്യുന്നത് എന്തിനെയാണ്? ഓർബിറ്റൽ ഇൻ വിച്ച് ഇറ്റ് ഈസ് പ്രസൻറ്റ്. ഏത് ഓർബിറ്റലിലാണ് അത് പ്രസൻ്റ് ആയിരിക്കുന്നത് എന്ന് അറിയാനാണ് നമുക്ക് ഈ എം വാല്യൂവിൻ്റെ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണ് ഒരു ഇലക്ട്രോൺ അതിൻ്റെ എൽ വാല്യൂ 1 ആണ്, അതിൻ്റെ എം വാല്യൂ 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഏത് ഓർബിറ്റലിനെ ആയിരിക്കും അത് ഡിസിഗ്നേറ്റ് ചെയ്യുന്നത്? അപ്പോൾ എൽ വാല്യൂ 1 ആണെങ്കിൽ നമുക്കറിയാം അതൊരു പി ആയിരിക്കും അല്ലേ? പി ഓർബിറ്റലായിരിക്കും. പക്ഷെ PX ഉണ്ട്, PY ഉണ്ട്, PZ ഉണ്ട്. അതിലേതായിരിക്കും? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് PXും PYയും ഒക്കെ സാധാരണ നമ്മൾ നോൺ സീറോ വാല്യൂസ് വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യാറ്. ഓക്കെ, അതായത് PXന് +1ഉം PYക്ക് -1ഉം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ എം എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അത് ഏതായിരിക്കും? PZ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ബിക്കോസ് PXും PY ഓർബിറ്റൽസും ഒക്കെ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധാരണ നോൺ സീറോ ആയിട്ടുള്ള വാല്യൂസ് ഓഫ് എം ആണ് യൂസ് ചെയ്യുക. അപ്പോൾ PXനും PYനും ഒക്കെ +1 -1 എന്നൊക്കെ പറഞ്ഞിട്ടാണ് എം വാല്യൂ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ L=1 ആവുമ്പോൾ അത് P ആണ്. M=0 എന്ന് സ്പെസിഫൈ ചെയ്തതുകൊണ്ട് എന്ത് പറയാം? അത് PZ ഓർബിറ്റലാണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ L=2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഏതായിരിക്കും? L=0 ആണെങ്കിൽ S സബ് ലെവല്, L=1 ആണെങ്കിൽ P ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ മതി. L=1 ആണെങ്കിൽ അത് S സബ് ലെവൽ അല്ലെങ്കിൽ S ഓർബിറ്റലാന്ന് പറയാം. ഇനി L=1 ആണെങ്കിൽ P സബ് ലെവൽ അല്ലെങ്കിൽ P ഓർബിറ്റലാന്ന് പറയാം. ഇനി L=2 ആണെങ്കിൽ അത് ഏതായിരിക്കും? D ഓർബിറ്റലാണ് അല്ലേ? അപ്പോൾ D ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ L=2ഉം
എം 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും ഡി സെറ്റ് സ്ക്വയർ ആണ്. ബിക്കോസ് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് പേജിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡി ഓർബിറ്റലുകളുടെയൊക്കെ ഷേപ്പ്, അതുപോലെ പി ഓർബിറ്റലുകളുടെയൊക്കെ ഷേപ്പ്, അത് എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ്. എസ് എന്ന് പറഞ്ഞാൽ എസ് മാത്രമേ ഉള്ളൂ, അത് നമുക്ക് പണ്ട് പഠിച്ചതാണ്. പി എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉണ്ട്, പി എക്സ്, പി വൈ, പി സെഡ്. ഡി എന്ന് പറഞ്ഞാൽ 5 എണ്ണമാണുള്ളത്, ഡി എക്സ് വൈ, ഡി വൈ സെഡ്, ഡി എക്സ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഡി സെഡ് സ്ക്വയർ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എൽ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ അത് ഡി ഓർബിറ്റൽ ആണ്. എന്നാൽ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ എം ഈസ് ഈക്വൽ ടു 0 എന്നും കൂടി തന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, അത് ഡി സെഡ് സ്ക്വയർ ഓർബിറ്റൽ ആണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവളുടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് സബ് ലെവൽ എസ് ആണെന്ന് വിചാരിക്കുക, അപ്പോൾ അതിൻ്റെ എൽ വാല്യൂ എത്രയാണ്, 0 ആണ് അല്ലേ. അപ്പോൾ പോസിബിൾ എം വാല്യൂസ് എത്രയാണ്, -L ത്രൂ 0 to +L അല്ലേ. അപ്പോൾ എൽ എന്ന് പറഞ്ഞത് 0 ആണ്, അപ്പോൾ 0 തന്നെയാണ്. അപ്പോൾ എത്ര ഓർബിറ്റൽസ് ഉണ്ടാവും, 1 ഓർബിറ്റൽ. 0 മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ 1 ഓർബിറ്റലേ ഉള്ളൂ. ഇനി പി സബ് ലെവല്, അപ്പോൾ പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എൽ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എം വാല്യൂസ് എന്ത് വരും, -1 0 +1 അല്ലേ. അപ്പോൾ മൊത്തം എത്ര ഓർബിറ്റൽസ് ഉണ്ട്, 1 2 3, 3 ഓർബിറ്റൽസ് ഉണ്ട്, 3. ഓക്കെ. ഇനി ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആയിട്ടാണ് വരിക. അപ്പോൾ എം വാല്യൂസോ -2 -1 0 +1 +2, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തം എത്ര ഉണ്ട്, 1 2 3 4 5 ഓർബിറ്റൽസ് ഉണ്ട്. ഇനി എഫ് സബ് ലെവലാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 3 ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ പോസിബിൾ എം വാല്യൂസ് -3 -2 -1 0 +1 +2 +3. നോക്കൂ, അപ്പോൾ മൊത്തം എത്ര ഉണ്ട്, 1 2 3 4 5 6 7 7 ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ ആ പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സേയുടെ പാർട്ടൊക്കെ ആയിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ക്വാണ്ടം നമ്പറിലേക്ക് നമ്മൾ കടക്കുകയാണ്, അതായത് സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. സ്പിൻ ക്വാണ്ടം നമ്പർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതായത് ഇലക്ട്രോൺ സ്പിന്നിൻ്റെ പ്രോപ്പർട്ടീനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ക്വാണ്ടം നമ്പറാണ് ഈ സ്പിൻ ക്വാണ്ടം നമ്പർ. അതിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് കാണിക്കുന്നത്, എസ് അല്ലേ. എസ് എന്ന് പറയുന്നത് വെച്ചിട്ടാണ് നമ്മൾ സ്പിൻ ക്വാണ്ടം നമ്പറിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പിൻ ക്വാണ്ടം നമ്പർ സ്പെസിഫൈ ചെയ്യുന്നത് it specifies the spin angular momentum of the electron, okay, and its orientation in space. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിനെയും അതിൻ്റെ ഓറിയൻറ്റേഷനെയും സ്പേസിലുള്ള ഓറിയൻറ്റേഷനൊക്കെയാണ് ഈ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ തന്നെ ആക്സിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണിന് ഒരു സ്മോൾ മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പർ എസ് എന്ന് പറയുന്നത് ഇറ്റ് സ്പെസിഫൈസ് ദ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ ഇലക്ട്രോൺ ആൻഡ് ഇറ്റ്സ് ഓറിയൻറ്റേഷൻ ഇൻ സ്പേസ് which is linked to the fact that electron spins about its own axis and behaves like a small magnet. ഓക്കെ ആണല്ലോ, ഇതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിനെയാണ് സ്പിൻ ക്വാണ്ടം നമ്പർ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി അത് സ്പേസിലുള്ള അതിൻ്റെ ഓറിയൻറ്റേഷനെയും കാണിച്ചു തരുന്നുണ്ട്. ബിക്കോസ് നമുക്കറിയാം ഇലക്ട്രോണ് അതിൻ്റെ തന്നെ ആക്സിസിൽ സ്പിൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ അതിനെ ഒരു സ്മോൾ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി എസിൻ്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറഞ്ഞാൽ സാധാരണ 2 വാല്യൂസ് ആണ് ഉണ്ടാവുക, +½ ഉണ്ടാവാം അല്ലെങ്കിൽ -½ ഉണ്ടാവാം. ഈ +½ എന്ന് പറയുന്നതും -½ എന്ന് പറയുന്നതും ഇലക്ട്രോണിൻ്റെ സ്പിന്നിൻ്റെ 2 ഡയറക്ഷൻസ് ആണ് കാണിക്കുന്നത്. So this +½ or -½ corresponding to the 2 directions of spin for an electron. ഒരു ഇലക്ട്രോണിൻ്റെ സ്പിന്നിൻ്റെ 2 ഡയറക്ഷൻസിനെയാണ് അത് കാണിക്കുന്നത്. +½ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസും -½ എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസും ആണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ, +½ denotes clockwise direction and -½ denotes anti-clockwise direction for the spin of an electron. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും and thus has a value independent of the other 3 quantum numbers. അപ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പിൻ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ +½ ആയിരിക്കാം അല്ലെങ്കിൽ -½ ആയിരിക്കാം. അപ്പോൾ ഈ സ്പിൻ ക്വാണ്ടം നമ്പർ നമുക്ക് ഈ ബാക്കി നമ്മൾ പഠിച്ച 3 ക്വാണ്ടം നമ്പേഴ്സ് ഇല്ലേ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, അതിനെ 3നും ഡിപ്പെൻഡ് ചെയ്യണില്ല. അപ്പോൾ ആ 3 ക്വാണ്ടം നമ്പേഴ്സിനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്വാണ്ടം നമ്പറാണ് ഇത് സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ, സോ ദിസ്
S, that is the spin quantum number, thus has a value independent of the other 3 quantum numbers. മറ്റ് 3 ക്വാണ്ടം നമ്പറിനെയും ബന്ധിപ്പിക്കാതെ, മീൻസ് അതിനും 3നോടും ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന ഒരു ക്വാണ്ടം നമ്പറാണ് ഈ സ്പിൻ ക്വാണ്ടം നമ്പർ എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്നിൻ്റെയും എല്ലിൻ്റെയും എമ്മിൻ്റെയും ഒക്കെ ആ ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ വാല്യൂ 1 ആണെങ്കിൽ എൽ വാല്യൂ എന്തായിരുന്നു 0 ആയിരിക്കും അല്ലേ. അപ്പോൾ എം എന്തായിരിക്കും നമുക്കറിയാം, -L ത്രൂ 0 to +L, അപ്പോൾ 0 തന്നെയായിരിക്കും. ഈ എം അപ്പോൾ ഇത് 0 എന്ന് പറഞ്ഞാൽ എൻ 1 ആണ്, L 0 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യാം അതിനെ? 1s അല്ലേ, 1s നിന്ന് കണക്കാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? ഒരെണ്ണല്ലേ ഉള്ളൂ, 1. ഓക്കെ, ഇനി 2 n 2ഉം L 0 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എം വാല്യൂ നമുക്കറിയാം -L ത്രൂ 0 to +L ആണ്. അപ്പോൾ എം വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യാം? 2 L 0 എന്ന് പറഞ്ഞാൽ S ആണ് അല്ലേ, 2s. അപ്പോൾ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 1. ഓക്കെ, ഇനി n 2ഉം L 1ഉം. അപ്പോൾ എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? L 1 എന്ന് പറഞ്ഞാൽ എം വാല്യൂ എന്തായിരിക്കും? -L 0 to +L, അതായത് -1 0 +1. ഓക്കെ, ഇനി ഇതിനെ ഈ സബ് ലെവലിനെ നമുക്ക് എങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യാം? 2p അല്ലേ. L = 1 എന്ന് പറഞ്ഞാൽ p ആണ്. അപ്പോൾ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 1 2 3 അല്ലേ, 3 ഓർബിറ്റൽസ് ഉണ്ട്. ഇനി n വാല്യൂ 3ഉം L വാല്യൂ 0 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എം വാല്യൂ നമുക്കറിയാം 0 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കാണിക്കാം? 3s അല്ലേ. ഇനി എത്ര ഓർബിറ്റൽസ് ഉണ്ട്? ഒരു ഓർബിറ്റലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ n വാല്യൂ 3ഉം L വാല്യൂ 1ഉം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം എം വാല്യൂ -1 0 to +1. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? സബ് ലെവലിനെ 3p. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 1 2 3, 3 ഓർബിറ്റൽസ് ഉണ്ട്. ഇനി n വാല്യൂ 3ഉം L വാല്യൂ 2ഉം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 3d അല്ലേ, 3ഉം ആണ് d ഉം ആണ്. അപ്പോൾ ഈ L വാല്യൂ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എം വാല്യൂസ് എത്രയുണ്ട്? -2 -1 0 +1 +2. അപ്പോൾ നമ്മൾ ഈ സബ് ലെവലിന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് 3d എന്നാണ്. അപ്പോൾ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 5 ഓർബിറ്റൽസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി 4 ആണ് n, L 0 ആണെന്ന് വിചാരിച്ചാൽ എം വാല്യൂസ് നമുക്കറിയാം 0 തന്നെയാണ്. ഇതിനെ നമ്മൾ 4s എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് ഓർബിറ്റൽസ് 1, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ 1. ദെൻ n = 4ഉം L = 1ഉം ആവുമ്പോൾ എം വാല്യൂസ് -1 0 +1. ഇതിനെ നമ്മൾ 4p എന്ന് നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാം. ദെൻ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 3 അല്ലേ, 3 ഓർബിറ്റൽസ്. ഇനി n = 4ഉം L = 2ഉം. അപ്പോൾ എം വാല്യൂസ് -2 -1 0 +1 +2. ഇനി 4d എന്ന് നമുക്കിതിനെ ഡെസിഗ്നേറ്റ് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് ഓർബിറ്റൽസ് 5. ഓക്കെ, ഇനി n = 4ഉം L = 3ഉം. അപ്പോൾ എം വാല്യൂസ് -3 -2 -1 0 +1 +2 +3. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 4f എന്ന് നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാം ഈ സബ് ലെവലിനെ. അപ്പോൾ എത്ര ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും? 7 ഓർബിറ്റൽസ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് 4 ക്വാണ്ടം നമ്പേഴ്സ്, അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് essay ആയിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഷോർട്ട് ആൻസർ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ടോ ഒക്കെ ചോദിക്കാം. അതായത് ഒന്നോ രണ്ടോ ക്വാണ്ടം നമ്പേഴ്സ് തരും, നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ആ സബ് ലെവലിനെ ഡെസിഗ്നേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടാവാം വരുന്നത്, അല്ലെങ്കിൽ എസ്സേയുടെ പാർട്ടൊക്കെ ആയിട്ടാവാം വരുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗമാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. 4 ക്വാണ്ടം നമ്പേഴ്സും വൃത്തിയായി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ ബോക്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് അത് വെച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നന്നായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.